പ്രിയങ്ക ഗാന്ധിക്കെതിരെയുള്ള വിമർശനങ്ങൾ അവസാനിക്കണമെങ്കിൽ പ്രിയങ്ക രാഷ്ട്രീയം തന്നെ അവസാനിപ്പിക്കേണ്ടി വരും. അല്ലാതെ BJP പ്രിയങ്കയെയും രാഹുൽ ഗാന്ധിയെയും ഒന്നും വെറുതെ വിടില്ലെന്ന് ഉറപ്പാണ്. ദിനംപ്രതി ഈ നേതാക്കന്മാർക്കുമേൽ വിമർശനങ്ങളുടെ കെട്ടഴിക്കുന്നത് നാം കാണുന്നതാണ്. ഇപ്പോഴും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിക്കെതിരെ BJP നേതാവ് രമേശ് ബിദുരി നടത്തിയ പരാമർശമാണ് ഇപ്പോൾ വിവാദമാകുന്നത്. ലൈംഗിക ചുവയുള്ള പരാമർശത്തിന് പിന്നാലെ ബിദുരിക്കെതിരെ വിമർശനം കടുക്കുകയാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ താൻ വിജയിച്ചാൽ തന്റെ നിയമസഭാ മണ്ഡലത്തിലെ റോഡുകൾ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി വാദ്രയുടെ കവിൾത്തടങ്ങൾ പോലെ മിനുസമാർന്നതാക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ബീഹാറിലെ റോഡുകൾ ഹേമമാലിനിയുടെ കവിളുകൾ പോലെ മിനുസമാർന്നതാക്കുമെന്ന് ലാലു യാദവ് ഒരിക്കൽ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും ആ വാഗ്ദാനം പാലിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു. എങ്കിലും ഓഖ്ലയിലെ സംഘ വിഹാറിലെയും റോഡുകൾ ഞങ്ങൾ മാറ്റി മറിച്ചതുപോലെ കൽക്കാജിയിലെ എല്ലാ റോഡുകളും പ്രിയങ്ക ഗാന്ധിയുടെ കവിളുകൾ പോലെ മിനുസമാർന്നതാക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു എന്നായിരുന്നു രമേശ് ബിദുരി പറഞ്ഞത്. ഡൽഹിയിലെ കൽക്കാജിയിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രമേശ് ബിദുരിയുടെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് ആഞ്ഞടിച്ചു. ഈ പരാമർശം കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വ്യാപകമായ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത്. BJPയുടെ സ്ത്രീവിരുദ്ധ മനോഭാവത്തിന്റെ തെളിവാണിതെന്നായിരുന്നു അവർ ആരോപിച്ചത്. ഡൽഹിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് BJP നേതാവിന്റെ ഈ പരാമർശം. രമേശ് ബിദുരിയുടെ പരാമർശം ലജ്ജാകരമാണെന്നും സ്ത്രീകളോടുള്ള വെറുപ്പുളവാക്കുന്ന മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണെന്നും കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനേറ്റ് ചൂണ്ടിക്കാട്ടി. പാർലമെന്റിൽ തന്റെ സഹ MP-യെ അധിക്ഷേപിച്ച സംഭവത്തിൽ ഒരു ശിക്ഷയും നേരിടാത്ത ഒരാളിൽ നിന്ന് മറ്റെന്താണ് നാം പ്രതീക്ഷിക്കേണ്ടതെന്നും സുപ്രിയ ചോദിക്കുന്നുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് പവൻ ഖേരയും സമാനമായ അഭിപ്രായമാണ് പങ്കുവച്ചത്. ബിദുരിയുടെ വാക്കുകൾ BJPയുടെ പ്രത്യയശാസ്ത്രപരമായ രക്ഷിതാവായ രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നായിരുന്നു ഖേര പറഞ്ഞത്. പല BJP നേതാക്കളിലും ഇതേ നിലപാട് തന്നെ നമുക്ക് കാണാൻ കഴിയുമെന്നും അദ്ദേഹം ആരോപിച്ചു. AAP MP സഞ്ജയ് സിംഗും രമേശ് ബിദുരിയുടെ പ്രസ്താവനയെ അപലപിക്കുകയും എക്സിൽ വീഡിയോ പങ്കിടുകയും BJPയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെ സ്ത്രീകൾക്ക് എങ്ങനെ സുരക്ഷിതത്വം ലഭിക്കുമെന്ന ചോദ്യവും ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും വിഷയത്തിൽ BJP നേതൃത്വം തങ്ങളുടെ അഭിപ്രായം അറിയിച്ചിട്ടില്ല. ഇതാദ്യമായല്ല രമേശ് ബിദുരി വിവാദ പ്രസ്താവനകൾ നടത്തി വിവാദത്തിൽ ഉൾപ്പെടുന്നത്. 2023 അന്നത്തെ BSP MP ഡാനിഷ് അലിക്കെതിരെ ബിദുരി ലോക്സഭയിൽ വർഗീയ പരാമർശം നടത്തിയത് വിവാദമായിരുന്നു. ഒരു പാർലമെന്റ് അംഗത്തിന് ചേരാത്ത ഭാഷയാണ് ഇതെന്ന് പല കോണുകളിൽ നിന്നും അഭിപ്രായം ഉയർന്നിരുന്നു. അതേസമയം തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പ്രിയങ്ക ഗാന്ധി തന്റെയും കുടുംബത്തിന്റെയും സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചെന്ന് തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ BJP ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ BJPയുടെ പരാതി തള്ളിക്കൊണ്ട് പ്രിയങ്കയുടെ നാമനിർദ്ദേശ പത്രിക വരണാധികാരി സ്വീകരിക്കുകയാണ് ചെയ്തത്. എന്നാൽ പ്രിയങ്കയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാൻ പാടില്ലായിരുന്നുവെന്ന് BJP അന്നേ അഭിപ്രായപ്പെട്ടിരുന്നു. സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചതോടെ വോട്ടർമാരിൽ തെറ്റായ സ്വാധീനം ചെലുത്തുന്ന നടപടിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നും അവർ ആരോപിക്കുകയുണ്ടായി. പ്രിയങ്ക ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ ഭർത്താവ് റോബർട്ട് വാദ്രയുടെ സ്വത്ത് വിവരങ്ങൾ രേഖപ്പെടുത്തിയതിൽ വലിയ ക്രമക്കേടുകൾ ഉണ്ടെന്ന വാദമാണ് BJP പ്രധാനമായും അന്ന് ഉയർത്തിയത്.